ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുണ്ടല്ലോ ചിക്കൻ 65 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ, സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം. ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിക്കനെ ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായി കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ളതാണുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ചിക്കനിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്കിതിൽ ആദ്യം മിക്സ് ചെയ്യാനുള്ള ഒരു മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഇഞ്ചി പേസ്റ്റും കുറച്ച് ജിഞ്ചറും കുറച്ച് തൈര് കുറച്ച് കറുവപ്പിൻ്റെ ഇല അതുപോലെ തന്നെ കുറച്ച് മല്ലി അതുപോലെ കുറച്ച് മസാലക്കൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് കൊറിയൻഡർ പൗഡർ, അതായത് നമ്മുടെ മല്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ അതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള 1/2 ടേബിൾ സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ, 1/2 ടേബിൾ സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡർ, എല്ലാം നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അതിലോട്ട് 1 ഗ്ലാസ് തൈര്, കട്ടി തൈരാണ്, പിന്നെ നമ്മൾ അതിലോട്ട് മെയിനായിട്ട് ചേർക്കാൻ പോണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നന്നായിട്ട് അരച്ചിരിക്കണം. നമ്മൾ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ഞാനിപ്പോൾ ഇതിലോട്ട് എന്തായാലും ഒരു 4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോണത് നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. വലിയ നാരങ്ങയാണ്. ഞാൻ എന്തായാലും ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണേ ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി തൈര് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വേണമെന്നില്ല. ഒരു 3 ടേബിൾ സ്പൂണ് നാരങ്ങ. ഓക്കെ. അപ്പോൾ നമുക്കിതൊന്ന് മസാലയൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതിൽ വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ചില്ലി ആയത് കാരണം, ഇത് ഫ്രൈ ചെയ്ത് കാരണം തീരെ വെള്ളം പാടില്ല ഇതിൽ. ഓക്കെ. ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ടൊരു പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ട് ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഉപ്പ് അധികം ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിടാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ടിട്ട് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല നന്നായി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളുണ്ടല്ലോ ഒരു 5-6 കറുവേപ്പില എടുത്തിട്ടുണ്ടല്ലോ, നല്ല കൈയും കൊണ്ട് ഇങ്ങനെ ഞെടിച്ചിട്ട് ഇതിലിട്ടിട്ട് ഈ ചിക്കനിലോട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ കറുവേപ്പിലിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ അത് വേറെ തന്നെ നമ്മുടെ ചിക്കനിലോട്ട് കയറി പിടിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ മസാല ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു 3 ഹവറെങ്കിലും വെക്കണം. എന്നിട്ടാണ് നമുക്ക് പിന്നീട് ഇതിലോട്ട് 2-3 സാധനങ്ങളൊക്കെ കൂടെ ചേർത്താണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ റെസ്റ്റിന് വെക്കുന്ന സമയത്ത് ആ സാധനങ്ങൾ ഇപ്പോൾ ചേർക്കാൻ പാടില്ല. ഇല്ല, അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ കേടുവന്നു പോകും. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇത്രയും മസാലകൾ ചേർത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ തുടങ്ങാം. ചിക്കൻ ഉണ്ടല്ലോ ഒരു 4-5 മണിക്കൂറിൽ മേലെ മസാല കയറ്റിയിട്ട് നല്ല രീതിയിൽ മസാല കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു 1-2 കാര്യങ്ങളിലൂടെ ചെയ്യാണ്ട്. അപ്പോൾ ആദ്യം ഒരു മുട്ട എടുത്തിട്ട് നന്നായി പൊട്ടിച്ചിട്ട് കലക്കയുണ്ട് എടുക്കുക ഇതിന്. ആദ്യം ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 3-4 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ കൊടുക്കുക. പിന്നെ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ നമ്മൾ നേരത്തെ അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുട്ട. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം കൂടുതൽ പാടില്ല. വെള്ളം കുറച്ചെങ്കിലും വെള്ളം ഉണ്ട് തോന്നുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ ടൈറ്റാക്കി എടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. എണ്ണ നന്നായിട്ടുണ്ടല്ലോ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യണം. ആഹാ, എന്തല്ലേ. കാരണം നമ്മൾ
മസാല തേച്ചിട്ട് എത്രയും നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കനുള്ള മസാല ഉണ്ടല്ലോ നമ്മൾ എണ്ണയിലോട്ട് പോകത്തില്ല. നമ്മൾ അപ്പോഴേക്കപ്പോഴേ നമ്മൾ ഫ്രൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എണ്ണയിലോട്ട് അതങ്ങനെ സ്പ്രെഡായി പോകും, എണ്ണ മുഴുവൻ മസാലയാവും. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് ചിക്കൻ തേക്ക് ഇളകി ഫുള്ള് എണ്ണയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ മാത്രം നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ആഹാ, എന്താ മണറിയോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ എന്തായാലും നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പറിലിട്ടിട്ട് നിങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനിൽ കുറച്ചെങ്കിലും എണ്ണയുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പറിലൂടെ പൊക്കോളും. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയുള്ള ചിക്കനൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ അപ്പം ഉണ്ടല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ഫൈനലായിട്ട് നമുക്കിതിലോട്ട് ഒരു 2 പരിപാടികൾ കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്തിട്ട് ഇതിലോട്ട് ഇനി ഒരു 2 പരിപാടി കൂടി ഉണ്ട്. അത് കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് ഫൈനൽ ചെയ്യാം. 1 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക ആദ്യം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കിയിട്ടുണ്ടല്ലോ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നന്നായി ചെറുതായിട്ട് മുറിച്ചത് വേണേ. എന്നിട്ട് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ആ ചൂടാക്കി മൂപ്പിച്ച് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ നേരത്തെ ടൊമാറ്റോ അതേപോലെ ചില്ലി സോസ് മിക്സ് ചെയ്തത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കറുവപ്പൻ്റെ ഇല, പച്ചമുളക്, അതുപോലെ വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനെ ഇതിലോട്ടങ്ങ് തട്ടി കൊടുക്കുക. തട്ടി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫൈനൽ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ചിക്കൻ 65 ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് പറയാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. എന്തായാലും വായിൽ വെള്ളം വന്നിട്ട് വയ്യ. എന്തായാലും നമുക്ക് അധികം നേരം വെയിറ്റ് ചെയ്യാതെ തരാൻ പറ്റില്ല. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓ കിട്ടു ഐറ്റം മുത്തേ, സൂപ്പർ സാധനം. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.